വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കാണിക്കുന്ന രണ്ട് പ്രൊഡക്ട്സിന്റെ കമ്പാരിസൺ ആണ്. അതായത് ഒന്ന് ബിബി ക്രീം, ഒന്ന് ഫൗണ്ടേഷൻ. പക്ഷെ ഇത് രണ്ടിന്റെയും പെർഫോമൻസ് ഏകദേശം സിമിലർ ആണ്. ഏകദേശം ഒരുപോലെ അല്ല, പക്ക ഒരുപോലെ ഒന്നല്ല. അപ്പോ ഞാൻ അത് കമ്പയർ ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഒന്ന് കേവിയുടെ ഫൗണ്ടേഷൻ, ഒന്ന് ബിബി ക്രീം മാൾസിന്റെയോ ആണ്. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ പാക്കേജിംഗ് പറഞ്ഞാല് ഇതിന്റെ അകത്ത് രണ്ടിന്റെ അകത്തും പ്രോഡക്ട്സിന്റെ ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടില്ല. പക്ഷെ ഇതിന്റെ രണ്ടിന്റെയും പുറത്തായിട്ട് ഒരു പേപ്പറിലുള്ള ബോക്സ് ഉണ്ടായിരുന്നു, ഔട്ടർ പാക്കേജിംഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോ ഇതിന്റെ പ്രൈസ് 1299 ഇതിന്റെ പ്രൈസ് 299. നല്ല ഡിഫറൻസ് ഉള്ള പ്രൈസ് തമ്മിൽ ഇരട്ടിയൊക്കെ പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ പാക്കേജിംഗ് നോക്കുവാണെങ്കിൽ ഇത് ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്. വൈറ്റ് ക്യാപ്പ് ആണ്. കണ്ടില്ലേ, ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ കെ ബ്യൂട്ടിയുടെ വേറെ ഒരു കാര്യം എഴുതിയിട്ടില്ല. ഈ ഇങ്ങനെ കെ 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 എന്നുള്ള ആ ഒരു ഡെക്കറേഷൻ മാത്രമേ ഉള്ളൂ. ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് വരുന്നത്. ഒരു റോസ് ഗോൾഡ് ക്യാപ്പ് ഉണ്ട്. പിന്നെ ഇത് മാർസ് ബിബി ക്രീം എന്ന് എഴുതിയിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നും എഴുതിയിട്ടില്ല. പിന്നെ ഇതിന്റെ ഷെയ്ഡ് മീഡിയം ആണ്. ഞാൻ എടുത്ത ഷെയ്ഡ്, ഇതിന്റെ ഷെയ്ഡ് 135N മീഡിയം ആണ്. അപ്പൊ രണ്ടും മീഡിയം റേഞ്ചിൽ വരുന്നതാണ്. എന്റെ സ്കിൻ മീഡിയം ടൈപ്പ് ആണ്. വീഡിഷ് ടു മീഡിയം സ്കിൻ ആണ് എന്റേത്. മിക്കവാറും മീഡിയം ആയിരിക്കും ഞാൻ അടിച്ചിട്ട്. അപ്പോ നമുക്കിത് കമ്പയർ ചെയ്യാം. ഇനി വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. പ്രൈസ് പറഞ്ഞു, പാക്കേജിങ് പറഞ്ഞു. പിന്നെ ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ ഗ്ലാസ് ബോട്ടിൽ നമുക്ക് അത്രയും ട്രാവൽ ഫ്രണ്ട്ലി അല്ലേ. എപ്പോഴും വേണോ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. തറയിൽ വീണാലൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് റൗണ്ട് ഷേപ്പിലുള്ള ബോട്ടിലിന് കുറച്ചുകൂടെ സ്പേസ് വേണ്ടി വരും. ഇത് പ്ലാസ്റ്റിക് ആണ്, ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഇത് നമ്മൾ വയ്ക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പാക്കേജിങ് ആയതുകൊണ്ട് ഒതുക്കി എവിടെയെങ്കിലും വയ്ക്കാനൊക്കെ ഈസിയാണ്. ഇത് പൊട്ടിപ്പോകുന്നുള്ള പേടിയില്ല. പിന്നെ ഇത് പമ്പ് പാക്കേജിനാണ് വരുന്നത്. ഇങ്ങനെ സ്ക്വീസ് എടുക്കുന്ന ടൈപ്പാണ്, ട്യൂബ് ടൈപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പ്രോഡക്ട്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് കൂടെ നോക്കാം. ഇതൊരു ലിക്വിഡി ക്രീമി ടെക്സ്ചറാണ് വരുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഓവറായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റില്ല, എങ്കിലും ഒരു ലിമിറ്റിന് ബിൽഡ് ചെയ്യാൻ പറ്റും. ഞാനത് അപ്ലൈ ചെയ്ത് നോക്കിയെടുത്തോളം എനിക്ക് ബ്രഷിലും സ്പഞ്ചിലും ഡ്രൈ ആയാലും വെറ്റ് സ്പഞ്ച് ആയാലും ഒരു കവറേജ് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനൊരു കറക്റ്റ് പെർഫോമൻസ് കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ കൈ വെച്ച് അപ്ലൈ ചെയ്തില്ലേ, കൈ വെച്ച് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് കവറേജ് നന്നായിട്ടില്ല, എനിക്ക് കുറച്ചുകൂടി നല്ല ബെറ്റർ പെർഫോമൻസ് ഉണ്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. സ്പഞ്ചിലോ നമ്മുടെ ബ്രഷിലോ ഇതിന് ഇത്രയും പെർഫോമൻസ് ഇല്ല, മീൻസ് ഇത്രയും കവറേജ് കിട്ടത്തില്ല. അതുകൊണ്ട് എനിക്കിത് ഡെയിലി വെയർ എന്ന രീതിയിലാണ് ഇഷ്ടം. അത് കവറേജിന്റെ രീതിയിലായാലും പെർഫോമൻസിന്റെ രീതിയിലായാലും നമുക്ക് കൈ വെച്ച് അപ്ലൈ ചെയ്യാനായിട്ട്, ഡെയിലി വെയർ ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഇത് യൂസ്ഫുൾ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഷെയ്ഡ് 135N മീഡിയം ആയിരുന്നു. അപ്പോൾ ഈ ഷെയ്ഡ് എനിക്ക് ഒരു പൊടിക്ക് ഡാർക്ക് ആണ്. ഒരു പൊടിക്ക് ഡാർക്ക് ഇൻ ദി സെൻസ് എനിക്ക് ഒരു ടാൻ ഉണ്ട്. ഇപ്പോ ആ ഒരു ടൈമിൽ പോലും എനിക്കിത് ഡാർക്ക് ഷെയ്ഡ് ആണ്. എന്റെ സ്കിൻ ടോണോ ലൈറ്റ് ഷെയ്ഡോ അല്ല. പിന്നെ ഈ സൈഡിൽ മാർക്സ് കുറവാണ് കേട്ടോ. ഇവിടെ എനിക്ക് കുറച്ചുകൂടെ മാർക്സ് ഉണ്ട് നമ്മൾ ബിബി ക്രീം ഇടാൻ പോകുന്ന വശത്ത്. അപ്പൊ ഞാൻ ഫൗണ്ടേഷൻ ഇട്ട വശത്ത് ഒരുപാട് മാർക്സ് ഇല്ല. അതുകൊണ്ട് ഞാൻ എടുത്തു പറയാം, ഇതിന്റെ കവറേജ് ലൈറ്റ് ആണ്. ലൈറ്റ് ടു മീഡിയം എന്ന് പറയാൻ പറ്റില്ല, മീഡിയത്തിന് കുറച്ച് ഇപ്പുറത്ത് വയ്ക്കുന്ന ആ ഒരു ടൈപ്പ് കവറേജേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഈ സൈഡില് മാർക്സ് കുറവായതുകൊണ്ടാണ് നമുക്ക് കവറേജ് ഉള്ള പോലെ ഫീൽ ചെയ്യിക്കുന്നത്, മീൻസ് എല്ലാം കവർ ചെയ്ത പോലെ ഫീൽ ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പോ പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ട് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത ഫീൽ അങ്ങനെയൊന്നും ഇല്ല. ഇതൊരു ലൈറ്റ് ക്രീമി ടെക്സ്ചറാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തൊടുമ്പോഴത്തേക്ക് ഒരു ഒട്ടുന്ന ഫീൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പൗഡർ ഇട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, നമുക്കിത് ജസ്റ്റ് അടുത്ത പ്രോഡക്റ്റ് ട്രൈ ചെയ്യാം. അതിനു മുമ്പ് പറയാനുള്ളത്, ഇതുവരെ എനിക്ക് ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഓക്സിഡൈസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ അപ്ലൈ ചെയ്ത് അല്പം കഴിയുമ്പോഴത്തേക്ക് അല്പം ഒന്ന് ലൈറ്റ് ആകുന്നതായിട്ട് എനിക്ക് ഫീൽ, അല്പമായിട്ടൊന്ന് ലൈറ്റ് ടോണിലോട്ട് പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു പൊടിക്ക് കേട്ടോ, ഓവർ ആയിട്ടില്ല, പൊടിക്ക്. നെക്സ്റ്റ് നമുക്ക് മാർസ് ബിബി ക്രീം നോക്കാം. അതിങ്ങനെ സ്ക്വീസ് എടുക്കുന്ന ടൈപ്പാണ്, ട്യൂബ് ടൈപ്പാണ്. ഇങ്ങനെ കുറച്ച് കുലുക്കി കൊടുത്താൽ പ്രോഡക്റ്റ് വളരെ ഈസി ഉള്ളൂ. അത് ട്യൂബിലുള്ള മിക്കത് അങ്ങനെ ആയിരിക്കും. ഇത് ഇച്ചിരി തിക്ക് ക്രീമിയാണ്. കണ്ടോ, നമ്മുടെ മറ്റാളാര് ആളുടെ പേര് പറഞ്ഞു ബ്യൂട്ടി വരുന്ന ആ ഒരു സ്പീഡിൽ വരത്തില്ല. ഇത് ഒരു തിക്ക് ക്രീമി ടെക്സ്ചർ ആണ്. ഭയങ്കര തിക്ക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനെക്കാളും തിക്കാണ്. പിന്നെ അത്രയും പ്രോഡക്റ്റ് നമുക്ക് വേണ്ടി വരത്തില്ല. അതിനേക്കാളും കുറച്ചുകൂടെ പ്രോഡക്റ്റ് കുറച്ച് മതി. തിക്കായത് കൊണ്ടും ഒരു പൊടിക്കൂടെ കവറേജ് ഉള്ളത് കൊണ്ടും ഇത് ബ്ലെൻഡ് ചെയ്യാൻ കൈയല്ല ഈസി, ബ്രഷ് അല്ലെങ്കിൽ ബ്ലെൻഡർ ആണ്. നമുക്ക് ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ എന്റെ പാടുണ്ടായിരുന്നു, ആ പാടിന്റെ മണ്ണിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇത് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ലൈറ്റ് ടു മീഡിയത്തിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഇത് ലൈറ്റ് ടു മീഡിയം കവറേജ് ആണ് ബിബി ക്രീം.
കണ്ടോ, നല്ല കവറേജ് ഉണ്ട്. വേണമെങ്കിൽ ഒരു ഫുള്ള് വരെ കൊണ്ടുപോകാം, പക്ഷെ കേക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഫുള്ള് വരെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇത് കേക്ക് ആകും. അതിന്റെ ടെക്സ്ചർ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. മീഡിയം മീഡിയം പക്കയാണ്. ഓ കണ്ണു അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇത് ഒട്ടും മോയ്സ്ചറൈസ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെ അപ്ലൈ ചെയ്തോ ആ ഷെയ്ഡ് തന്നെ പിന്നെ ഇരിക്കും. എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ കാരണം ഞാൻ കുറച്ച് മുമ്പ് ഈ വീഡിയോ സ്റ്റേറ്റ് ഞാൻ 2 ദിവസം മുമ്പ് ഷൂട്ട് ചെയ്തായിരുന്നു. ഞാൻ ഇങ്ങനെ വരച്ചൊക്കെ നോക്കി കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു ഏത് ഓക്സിഡൈസ് ആകും ഏത് ഓക്സിഡൈസ് ആകില്ല എന്ന്. മനസ്സിലായില്ലേ? നമ്മൾ ആദ്യം ഒരു ഫൗണ്ടേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു വട്ടം വരയ്ക്കുക. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വീണ്ടും ഒരു ഫ്രഷ് എടുത്ത് ബോട്ടിൽ നിന്ന് ഒരു ഫ്രഷ് എടുത്തിട്ട് അതിനടുത്ത് വരച്ച് നോക്കുമ്പോഴേക്കും നമുക്ക് കളർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പൊ ഞാൻ KBT വരച്ചപ്പോഴത്തേക്കും KBT അല്പം പൊടിക്കുന്ന ലൈറ്റായി. മാഴ്സിന്റെ BB ക്രീം അങ്ങനെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഷെയ്ഡ് വ്യത്യാസമൊന്നും വന്നില്ല അടുത്ത് പിന്നെ വരച്ചപ്പോഴത്തേക്കും. അതുകൊണ്ട് ഇത് വേറെ ചെയ്യുന്നുണ്ടാവില്ല. എങ്ങനെയാണ് ഷെയ്ഡ് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പൊ ലാസ്റ്റിംഗ് പവർ പറഞ്ഞാല് BB ക്രീമിന് ഒരു പൊടിക്ക് ലാസ്റ്റിംഗ് പവർ കൂടുതലാണ്, കാരണം അതിന്റെ ടെക്സ്ചർ അങ്ങനെയാണ്. ഇത് KBTയുടെ ലാസ്റ്റിംഗ് പവർ കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ രണ്ടും കൂടെ കമ്പയർ ചെയ്താല് പ്രൈസ് വെച്ചും പാക്കേജിംഗ് വെച്ചിട്ടും ട്രാവൽ ഫ്രണ്ട്ലി ആയി നോക്കിയാലും ഒക്കെ ഈസി BB ക്രീം ആണ്, മാഴ്സിന്റെ BB ക്രീം. പിന്നെ ഇതൊരു ഫൗണ്ടേഷൻ ആണ്, BB ക്രീമിന് മുമ്പിൽ തോറ്റു പോകേണ്ടി വരുന്നത് എന്നതും കൂടെ വേറൊരു കാര്യമാണ്. പിന്നെ ഇതിനൊരു ബ്രാൻഡ് പ്രൈസ് നമ്മൾ കൊടുക്കേണ്ടത്, അതുകൊണ്ടാണ് പ്രൈസ് ഇത്ര എക്സ്ട്രാ വരുന്നത്. പക്ഷെ പെർഫോമൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഫൗണ്ടേഷനും BB ക്രീമും കമ്പയർ ചെയ്യുമ്പോൾ പോലും BB ക്രീം തൊട്ട് മുമ്പിൽ നിൽക്കുന്നത്. ഇതൊരു ഡെയിലി വെയറിന് യൂസ് ചെയ്യാം, കൈവച്ച് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം എന്നത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു ബെനിഫിറ്റ്. ലൈറ്റ് കവറേജ് കാണുന്നുള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആണ്. തിക്കായിട്ടും ഭയങ്കര കവറേജ് ആയിട്ടൊന്നും അല്ല. നമുക്ക് കണ്ടില്ലേ ഇതിന്റെ പാട് ഇപ്പോഴും എന്തൊരു കാണാനൊക്കെ പറ്റുന്നുണ്ട്. മീഡിയം കവറേജ് പറ്റും, ഫുൾ കവറേജിലോട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും, പക്ഷെ കേക്ക് ആവും. കണ്ടോ ഇവിടെ ഇതിന്റെ പാട് കാണുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, പാട് കാണുന്നുണ്ട് ഇവിടെ ഇത് അപ്ലൈ ചെയ്തിട്ടും. നമുക്ക് പക്ഷെ ഒരുപാട് ബിൽഡ് ചെയ്യാൻ ഈസി അല്ല. ഇത് ബിൽഡ് ചെയ്യാൻ ഈസിയാണ്, പക്ഷെ ഒരു ഫുൾ ലുക്കിലും അത് പറ്റത്തില്ല, കേക്ക് ആവുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ബെറ്റർ ഇതാണ്. പിന്നെ ഇതിന് ഉള്ള ഗുണം കൈകൊണ്ടിടാം, എന്തും പെട്ടെന്ന് എടുത്തിടാം, ബ്രഷ് വേണ്ട, സ്പഞ്ച് വേണ്ട എന്ന് മാത്രമാണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ലൈറ്റ് കവറേജ് വേണമെന്നുള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആണ്. കുറച്ചുകൂടെ ലിക്വിഡ് ആയതുകൊണ്ട് ഇങ്ങനെ ചിം പെട്ടെന്ന് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് നമ്മൾ ബ്രഷ് ഒക്കെ തപ്പി എടുത്തിട്ട് ഇച്ചിരി സമയം എടുക്കും അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ ടൈം ലാഭം, കൈ കൊണ്ട് അപ്ലൈ ചെയ്യാം, നല്ല ലിക്വിഡി ഡെയിലി വെയർ ടൈപ്പ് ആണ് എന്നത് മാത്രമാണ് ഇതിനുള്ള ബെനിഫിറ്റ്. ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആണ്, പ്രൈസ് കുറവാണ്, നമുക്കൊരു ഫംഗ്ഷൻ വരെ യൂസ് ചെയ്യാൻ പറ്റും, സമയം ലാസ്റ്റ് ചെയ്യും. ഇതും ലാസ്റ്റ് ചെയ്യും, പക്ഷെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതാണ് ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പോ ബെറ്റർ ഇത് രണ്ടിൽ ആര് ബെറ്റർ എന്ന് വെച്ചാൽ എനിക്കിതാണ് ചോയ്സ്, ഇത് ഒരിക്കലും ചോയ്സ് അല്ല. പിന്നെ ഇത് ഫൗണ്ടേഷൻ BB ക്രീമാണ് എന്നതും കൂടെ ഓർത്ത് വേണം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ യൂസ്ഫുൾ അന്വേഷിക്കുന്നത് കിഡ്സ് ബൈ ഹാപ്പി. ബൈ.